വൈകുന്നേരം ഒരു 5:30 ആകുമ്പോഴാണ് ഇറങ്ങി. നമ്മൾ പോകുന്നത് 4 അമ്പല യാത്ര, പിന്നെ കുറച്ച് അമ്പലങ്ങൾക്കാണ് പോകുന്നത്. വെള്ളിയാഴ്ച വൈകുന്നേരം പോയിട്ട് തിങ്കളാഴ്ച രാവിലെ തിരിച്ചെത്തും. ഇപ്പോൾ ബസ് കയറാൻ പോവാണ്. അപ്പോൾ നമ്മൾ ബസ് കയറി സീറ്റിലിരുന്ന് സെറ്റിലായിരിക്കുന്നു. ഇനി അങ്ങോട്ടുള്ള യാത്ര തുടങ്ങിക്കുന്നു നമ്മൾ. രാത്രി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ബസ് ഒരു റോഡ് സൈഡിൽ നിർത്തിയാണ്. അന്നത്തെ ഭക്ഷണമാണ് എല്ലാവരും കൊണ്ടുവന്നത്. ഇതാണ് നമ്മൾ ടൂറ് പോയ ബസ്. ഞാനിപ്പോൾ ഒരു വട കഴിക്കുക, വട. പിന്നത്തെ ഭക്ഷണം പറഞ്ഞാൽ പൊറോട്ട, ചപ്പാത്തി, വട ഒക്കെ ഇനി അന്നത്തെ രാത്രി കഴിച്ച്. പിന്നെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ഇതാ ഒരാൾ നമ്മളെ അടുത്തേക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഭക്ഷണം ഒന്നും കൊടുക്കാനില്ല ഇനി കൈമിൽ. ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു. എല്ലാവരും ഇങ്ങനെ നോക്കിയിരുന്നത് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഒന്നും കിട്ടൂല മനസ്സിലാക്കിയോ, അത് പോയി. ഇനി രാത്രി പിന്നെ ബസ്സിൽ തന്നെ ഇനി യാത്ര. ഇനി നാളെ പൊലച്ചയ്ക്കാണ് അമ്പലത്തിലേക്ക് പോകുന്നത്. അടുത്ത ദിവസം രാവിലെ പൊലച്ചയ്ക്ക് എണീച്ച് കുളിച്ച് കഴിഞ്ഞ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാണ്. അപ്പോൾ നമ്മുടെ കൂടെയുള്ളവരൊക്കെ അന്നത്തെ ദിവസത്തെ ഉച്ചയ്ക്കുള്ള ഭക്ഷണവും കറിയൊക്കെ തയ്യാറാക്കുകയാണ്. പിന്നെ രാവിലെ ഒരു കട്ടൻ കുടിച്ച് ആദ്യം തന്നെ കോട്ടയത്തുള്ള നാലമ്പലത്തിലാണ് വന്നത്. അതിൽ 4 നാലമ്പലമുണ്ട്. രാമൻ്റെ, പിന്നെ ലക്ഷ്മണൻ, പിന്നെ ഭരതൻ, ശത്രുഘ്നൻ. ആദ്യം രാമൻ്റെ പോയി, പിന്നെ ലക്ഷ്മണൻ ക്ഷേത്രത്തിൽ പോയി, പിന്നെ ഭരതൻ്റെ ക്ഷേത്രത്തിൽ പോയി, പിന്നെ ശത്രുഘ്നൻ്റെ ക്ഷേത്രത്തിൽ പോയി. അങ്ങനെ 4 നാലമ്പലത്തിൽ പോയി. പിന്നെ അവിടെ തന്നെ മീനൂട്ടുണ്ട്. ഈ അമ്പലത്തിൽ തന്നെ പ്രസാദം വാങ്ങി ഈ മീനുകൾക്ക് കൊടുക്കാവുന്നതാണ്. മീനൂട്ടായിട്ട് മീനുകൾ വന്ന് ഭക്ഷണം എടുക്കുന്നതാണ് ഇവിടെ കാണുന്നത്. നാലമ്പലത്തിൽ ദർശനം നടത്തിയ ശേഷം പിന്നെ രാവിലത്തെ ഭക്ഷണം കഴിക്കാൻ പോയി. രാവിലെ ഉപ്പുമാവും പഴയനി ആദ്യത്തെ ദിവസം. ബസ്സിൽ നമ്മളെ കൂടെ യാത്ര ചെയ്യുന്നവരെ കാണിച്ചു തരാം. മുന്നിൽ കണ്ടത് നമ്മളെ ടൂറിൽ കൊണ്ടുപോകുന്നവരാ. ഇതാ ഞാനത് അവിടെ ഇരിക്കുന്ന. ബാക്കിയുള്ളവർക്ക് ഒന്ന് കാണാം. ഞാൻ തേടിയ ചന്ദ്രോദയമീ മുഖം
അടുത്തത് കടപ്പാട്ടൂർ മഹാദേവ ക്ഷേത്രത്തിലേക്കാണ് പോയത്. ഇതാണ് കടപ്പാട്ടൂർ മഹാദേവ ക്ഷേത്രം. പിന്നെ ഇവിടെ ദർശനം നടത്തി. അടുത്തതായിട്ട് പോയത് എരുമേലി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലാണ്. ഇതാണ് എരുമേലി ക്ഷേത്രം. പിന്നെ ഇവിടെ തൊഴുത് കഴിഞ്ഞപ്പോൾ പിന്നെ വാവര് പള്ളിയിലേക്ക് പോയി. അടുത്ത പുറത്തത്തെ കാഴ്ചകളാണിത്. ആദ്യമൊക്കെ ഉള്ളിൽ കയറ്റിയേനി, ഇപ്പം പുറത്ത് കൂടെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. പുറത്തെ ചുറ്റും ഒന്ന് നടന്നൊന്ന് കാണുകയാണ്. ഇവിടുന്ന് അടുത്തതായിട്ട് തത്തമസിയിലേക്ക് പോയേ. അതിൻ്റെ മുമ്പ് അയ്യപ്പൻ്റെ വാള് പൂജിക്കാൻ വെച്ച ഒരു സ്ഥലം ഉണ്ടേനി, അവിടെയും ദർശനം നടത്തി. പിന്നെ തത്തമസിയിലേക്ക് പോയി. അയ്യപ്പൻ്റെ വാള് പൂജിക്കാൻ വെച്ച സ്ഥലത്ത് പോയപ്പോൾ ഇവിടുത്തെ നട അടച്ചായി. അപ്പോൾ ഇവിടുത്തെ പുറത്തുനിന്ന് തൊഴാനൊക്കെ പറ്റുള്ളൂ. ഇനി അടുത്തതായിട്ട് പമ്പയിലേക്ക് പോകണേ. അപ്പോൾ പമ്പയിലേക്ക് പോകുന്നതിൻ്റെ വഴിയുള്ള ഓരോ കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത്. നല്ല സ്ഥലങ്ങളൊക്കെയാണ് അപ്പുറത്തേക്ക്. പമ്പയിലേക്ക് പോകുന്ന വഴിക്ക് ബസ് ഒരു സൈഡിൽ നിർത്തി. ഉച്ചത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയ ചോറും സാമ്പാറും പിന്നെ അങ്ങനെ കുറച്ച് വിഭവങ്ങളൊക്കെ ആയിനി. അങ്ങനെ ഉച്ചത്തെ ഭക്ഷണത്തിന് ശേഷം ഇപ്പോൾ പമ്പയിലെത്തിക്കുന്നത്. ശബരിമല സീസൺ ഇല്ലാത്തതുകൊണ്ട് പമ്പയിലൊന്നും തിരക്കേ ഇല്ല. അപ്പോൾ ഇപ്പം പമ്പയിൽ കുളിക്കേണ്ടവർക്കൊക്കെ സുഖമായിട്ട് കുളിക്കാം, പിന്നെ വെള്ളത്തിലൊക്കെ ഇറങ്ങി നിൽക്കാം. സീസൺ ആണെങ്കിൽ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും. പിന്നെ അതേമാതിരി ഇപ്പോൾ പമ്പയിൽ കുറേ നേരം നോക്കിന്ന് വെള്ളത്തിലൊക്കെ കുറച്ച് ഇറങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ മുകളിലേക്കൊന്ന് പോയി. മുകളിലേക്ക് പോകുമ്പോൾ സൈഡിൽ തന്നെ കുറേ പന്നികളൊക്കെ കാണാം. പിന്നെ താഴോട്ട് ഇറങ്ങിയപ്പോൾ അവിടെ കുറേ കുരങ്ങന്മാരും ഉണ്ടായിനി. പിന്നെ ശബരിമല സീസൺ അല്ലാത്തതുകൊണ്ട് ശബരിമല ആ ഭാഗത്തേക്ക് പോകാൻ സമ്മതിച്ചില്ല. പിന്നെ കുരങ്ങന്മാർ കളി കണ്ടു നിൽക്കാൻ ഭയങ്കര രസം തന്നെയാണ്. എന്താ താഴത്തൊക്കെ ഇഷ്ടംമാതിരി കുരങ്ങന്മാരവിടെ. ചിലത് നമ്മുടെ അടുത്തേക്കൊക്കെ വന്ന് എന്താ ഈ സൈഡിലൊക്കെ താഴോട്ട് ഇറങ്ങുന്ന എല്ലാ സൈഡിലും ഒക്കെ കുരങ്ങന്മാരുണ്ട്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ പന്തളം കൊട്ടാരത്തിൻ്റെ ഭാഗത്തേക്ക് വന്നത്. പന്തളം കൊട്ടാരത്തിന് അവിടെ അടച്ചിട്ടതായിനി, അതിനെ കൂടെ കാണാൻ പറ്റിയില്ല. അവിടെ അമ്പലം ഉണ്ടായിനി. അതിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ ഒരു ചെറിയ വെള്ളം പൊച്ചാട്ടന്മാർ ഉണ്ടായിനി. അതിൻ്റെ ഒരു കാഴ്ചകളാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. അപ്പോൾ അവിടുന്ന് വേറെ ഒന്നും കാണാൻ പറ്റിയില്ല. പിന്നെ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ രാത്രി കന്യാകുമാരിയിലേക്ക് പോവാണ്. അപ്പോൾ നമ്മുടെ ബസ്സിലെ പാട്ടൊക്കെയാണ്.
രാത്രി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു പെട്രോൾ പമ്പിലായി നിർത്തി. രാത്രി ചപ്പാത്തിയും പിന്നെ ഗ്രീൻ പീസ് മസാല ഇനി. അപ്പോൾ ഒന്നാമത്തെ ദിവസം ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ രണ്ടാമത്തെ കാണാം. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.